ഇടുക്കി ചെല്ലാർകോവിൽ കടുക്ക സിറ്റിയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു. പിടികൂടിയ കടുവയെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിക്കും. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കടുവയ്ക്കൊപ്പം വീണ നായയെ നേരത്തെ മയക്കുവെടി വച്ചിരുന്നു. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ചെല്ലാർകോവിൽ കടുക്ക സിറ്റിയിലാണ് ഇപ്പോൾ കുഴിയിൽ കടുവ വീണത്. മയക്കുവെടി വച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റേറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കടുവയെ മയക്കുവെടി വെച്ച് വനംവകുപ്പ് പിടികൂടി. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ സ്ഥല ഉടമയായിട്ടുള്ള വ്യക്തി ഈ കടുവയെ ഈ ഒരു കുഴിയിൽ കാണുന്നത്. ഒരു നായയും ഈ കടുവയോടൊപ്പം കുഴിയിലുണ്ടായിരുന്നു. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തി. ശേഷം 12:30 വനംവകുപ്പ് വെറ്റിനറി സർജൻ എത്തുകയും ഈ പരിശോധനകൾ നടത്തിയ ശേഷം കടുവയെ മയക്കുവെടി വയ്ക്കുകയായിരുന്നു. ഏകദേശം 1 മണിയോടുകൂടി കടുവയെ മയങ്ങുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി കടുവയെ വല ഉപയോഗിച്ച് കയറ്റി കൂടിനുള്ളിലാക്കി നിലവിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഈ ഒരു പരിശോധന എല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ നായ കുഴിയിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നായയുടെ കടിയും മാന്തുമെല്ലാം ഈ ഒരു കടുവയ്ക്ക് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്സിനേഷനുകളെല്ലാം നൽകേണ്ടതായുണ്ട്. ആ വാക്സിൻ എല്ലാം നൽകിയ ശേഷമാവും ഈ കടുവയെ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ തുറന്നു വിടുക. അല്പസമയത്തിനകം തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കൊക്കരക്കുളത്തിനപ്പുറത്ത് ഈ ഒരു കടുവയെ തുറന്നു വിടാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കടുവയെ ഈ ഒരു ബോധം തെളിയുന്ന ആ ഒരു മുറയ്ക്ക് കടുവയെ തുറന്നു വിടുമെന്നാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രധാനമായും തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമാണ്. ഈ അതിർത്തി പ്രദേശത്ത് ഇത്തരത്തിൽ മുമ്പും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1 വർഷം മുമ്പ് ഈ മേഖലയിൽ ഒരു കടുവ എത്തുകയും ഈ കടുവ ഈ ഒരു വനംവകുപ്പിന്റെ ക്യാമറ ട്രാക്കിൽ പെടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ കടുവയുടെ തോന്നിക്കുന്ന കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതിനുശേഷം ആണ് ഈ കടുവ നിലവിൽ ഇപ്പോൾ ഈ ഒരു കുഴിയിലകപ്പെട്ടത്. ഈ കടുവയ്ക്കൊപ്പം കുഴിയിൽ ചാടിയിരുന്ന നായയെ മയക്കുവെടി വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ മയക്കുവെടി വെച്ച ശേഷമാണ് നായയെ തിരിച്ച് ഈ ഒരു ഈ പുറത്ത് എത്തിച്ചത്. ഈ നായ ഈ കടുവയെ മയക്കുവെടി വച്ചതിന് പിന്നാലെ തന്നെ ഈ കടുവയെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് ഈ നായയെ മയക്കുവെടി വെക്കുന്നതിലേക്ക് വനംവകുപ്പ് കടന്നത്. ഇതിനുശേഷം ഈ നായയെ ആ തോട്ടത്തിൽ തന്നെ തുറന്നു വിടുകയും ചെയ്തു. എന്തായാലും ആളുകൾ ഇപ്പോഴും അവരുടെ ഒരു ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. മറ്റ് കടുവകൾ ആ സ്ഥലത്തുണ്ടോ അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടോ എന്നൊരു ആശങ്ക എന്തായാലും ഈ ആളുകൾക്കുണ്ട്. കൂടുതൽ കടുവകൾ ആ മേഖലയിലുണ്ടോ എന്നൊരു ആശങ്ക നിലവിൽ എന്തായാലും ഉടലെടുത്തിട്ടുണ്ട്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായൊരു നിരീക്ഷണം അവിടെ വേണമെന്നുള്ള ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ മുമ്പ് ഈ പുലിയും കരടിയും ഒക്കെ കൂടുതലായി ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഈ കരടിയും പുലിയും ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് കുറവായിരുന്നു. ഇത്തരത്തിൽ ആദ്യമായാണ് ഈ ഒരു മേഖലയിൽ ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. അതിന്റെ ഒരു ആശങ്ക ആളുകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്.